എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമസ്കാരം. സമയം 9:05 ആയിട്ടുണ്ട്. 6/11/2025 പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് പ്ലാനാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അതിൽ മാർക്കറ്റ് ഒന്ന് ഡൗൺ ആയി, അതിനുശേഷം കുറച്ച് നേരം അവിടെ ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ആയിട്ട് അടുത്ത ഡൗണിലേക്ക് വരും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകിട്ടത്തോടു കൂടി എല്ലാ ടാർഗറ്റും മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്ന് എന്താണ് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു ചോദ്യം. അതിൽ 25,461 എന്നുള്ളൊരു ലെവല് ഒരു മാഗ്നറ്റിക് ലൈൻ പോലെ നിൽപ്പുണ്ട്. കാരണം ഇവിടെ ലൈനുകളൊക്കെ നോക്കിക്കുക, ഇവിടെയൊക്കെ റെഡും വൈറ്റും ഒക്കെയാണ്. ബട്ട് ഇവിടെ മാത്രം വൈറ്റ് കളറാണ്. അപ്പം അത് ഫുൾഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ കാണുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് എത്ര പോയിൻ്റാണ് ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടേ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഏത് ലെവലിലാണ് ഓപ്പൺ ആയിരിക്കണമെന്ന് നോക്കാം. 15 പോയിൻ്റാണ് മാർക്കറ്റിൽ ഡൗൺ ആയിരിക്കണേ, ഏകദേശം ന്യൂട്രൽ ഓപ്പൺ ആണ് ഏകദേശം. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒരു റെക്ടാങ്കിൾ ബോക്സ് ആദ്യമേ അങ്ങ് വരച്ചിടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ആദ്യത്തെ കാര്യം. അപ്പോൾ ഈ ഒരു റെക്ടാങ്കിൾ ബോക്സിൻ്റെ അപ്പർ സൈഡ് എന്ന് പറയണത് 25,621, ലോവർ സൈഡ് എന്ന് പറയണത് 25,662. ഈ 25,662 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ ആദ്യം വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ഒരു സോണുണ്ട്. ഒരു ബ്രേക്കൗട്ട് കിട്ടിയാലും അത് ആദ്യത്തെ സപ്പോർട്ട് സോണായിട്ട് കാണുന്ന ഒരു ലെവല് 25,539 ആണ്. ആദ്യത്തെ ലെവല് 25,539. അവിടെ മാർക്കറ്റ് ഒന്ന് റിജക്ഷൻ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോവർ ലെവൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് 25,563, അപ്പർ സൈഡ് 25,623. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്പേസിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 4 പോയിൻ്റ് മൈനസ് ആയിട്ടുള്ളൂ. അതായത് ന്യൂട്രൽ ഓപ്പൺ ആണ്. അപ്പോൾ എഗെയിൻ ഇവിടെ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ SMA താഴത്തോട്ട് വരുന്നുണ്ട്. അതിനെയൊക്കെ ടച്ച് ചെയ്തിട്ടാണോ താഴത്തോട്ട് ഡൗൺ ആവണമെന്നുള്ളത് നോക്കണം. അപ്പോൾ ഡൗണിലേക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, 30 മിനിറ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡാണ്. അപ്പോൾ 25,539 എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഹിഡൻ ആയിട്ടുള്ള ലെവലുകളൊക്കെയാണ് ഞാൻ നോട്ട് ചെയ്യണം. ഹിഡൻ സപ്പോർട്ടുകൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മാർക്കറ്റ് 3 തടസ്സങ്ങൾ അതിജീവിച്ചാൽ മാത്രമാണ് മാർക്കറ്റ് ഈ 25,451 ഭാഗത്തേക്കാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 25,539, 25,505, 25,474, 25,451 ഫൈനല്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയൊക്കെ റിജക്ഷൻ ആവും. അപ്പോൾ ഞാനിവിടെ നിന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ എൻ്റെ കോൺസെൻട്രേഷൻ 25,451 വെച്ചാലും ഇതിൻ്റെ ഇടയ്ക്ക് ഈ ട്രെൻഡ് 30 മിനിറ്റിൻ്റെ ട്രെൻഡ് ആയാലും 50 മിനിറ്റിൻ്റെ ട്രെൻഡ് ആയാലും തിരിച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സ് ആവും. അപ്പോൾ അങ്ങനെ റിവേഴ്സ് ആവാൻ പോസിബിലിറ്റി ഉള്ള ഏരിയാസാണ് 25,539, 25,505, 25,474, പിന്നെ 25,451.
അപ്പോൾ 25,474 വരെ വന്നു എന്ന് വിചാരിച്ചിട്ട് 25,451 പോകണമെന്നില്ല. അവിടെ നിന്ന് ഏത് നിമിഷമൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ആവാം. അപ്പോൾ ഹിഡൻ സപ്പോർട്ടുകളാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഡൗൺ സൈഡിലേക്കുള്ള ഒരു വ്യൂ ആയിട്ട് ഞാൻ കാണുന്നത്. ഇനി അപ്പർ സൈഡിലേക്ക് ഇതേപോലെ തന്നെ 25,621 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ആണ് 25,638, 25,562 എന്നുള്ള ഒരു റെക്ടാങ്കിൾ. അവിടെ ഒരു റെക്ടാങ്കിൾ ബോക്സ് വരക്കുന്നതാണ് ഏറ്റവും ബെറ്റർ, ചെറിയൊരു റെക്ടാങ്കിൾ ബോക്സ്. ആ ബോക്സ് കവറപ്പ് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് 25,676 മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ 25,696. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ലെവലൊക്കെ എത്തുമ്പോഴത്തേക്കും കോസ്റ്റ് 2 ലോട്ടാണെങ്കിൽ ഒരെണ്ണം കൊടുക്കും, ബാക്കി ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വെക്കും. അല്ലാതെ ഞാനൊരിക്കലും തിരിച്ച് മേളിലോട്ട് പോകുമ്പോൾ അതായത് ഞാനിവിടെ ഇപ്പോൾ 25,561 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു, 25,539 ടച്ച് ചെയ്തപ്പോൾ ഞാൻ 2 ലോട്ടാണെങ്കിൽ ഒരെണ്ണം കൊടുക്കും, 5 ലോട്ടാണെങ്കിൽ 3 എണ്ണം കൊടുക്കും, ബാക്കി കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഇട്ട് വെക്കും. അതല്ലാതെ അത് തിരിച്ച് മുകളിലോട്ട് വന്ന് പിന്നെയും തിരിച്ച് താഴത്തോട്ട് വരും എന്നുള്ള കാഴ്ചപ്പാടൊന്നും എനിക്കില്ല. മാക്സിമം ഇന്നൊരു ദിവസം ട്രേഡ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്നൊരു ദിവസം കോസ്റ്റ് ടു കോസ്റ്റ് 10 അടിച്ചാലും ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണ്. അല്ലാതെ ഇന്നും കറക്റ്റായിട്ട് എനിക്ക് കിട്ടണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് വലിയ അബദ്ധമാണ്. മാർക്കറ്റിൽ 4 ദിവസം, മാസത്തിൽ 4 ദിവസം 100 പോയിന്റ് റൈഡ് കൺഫേം ആയിട്ട് കിട്ടും. അപ്പോൾ ഈ സെയിം സിസ്റ്റം അപ്ലൈ ചെയ്ത് പോയാൽ തന്നെ 400 പോയിന്റ് 500 പോയിന്റ് കൺഫേം ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ. പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, മാർക്കറ്റ് ഇപ്പോൾ ഡൗണിലേക്ക് വന്നു, സപ്പോർട്ട് എടുത്ത് സഡൻ ഒരു റിവേഴ്സൽ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ഹിഡൻ ലെവലും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ക്യാൻഡിൽ ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ഒരു ചാൻസ്. അത് ബോഡിയാണോ വിക്കാണോ എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറ്റില്ല. എന്നാലും ആ ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സ്പേസും കൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ വലിയ മൂവ്മെൻ്റ് ഒന്നും കിട്ടില്ല. ക്വിക്കായിട്ടുള്ളൊരു ഗ്യാപ്പ് ഫില്ലിങ് ഇൻഡെക്സിൽ വന്നു കഴിഞ്ഞാൽ സ്ട്രൈക്കിൽ ചിലപ്പോൾ 1 പോയിന്റോ 2 പോയിൻ്റൊക്കെ മൂവ് ആവത്തുള്ളൂ. അതുകൊണ്ട് ബോക്സിൻ്റെ അകത്ത് മാക്സിമം സ്കാൽപ്പിങ്ങോ ഒക്കെ നോക്കിയിട്ട് ബോക്സിന് പുറത്ത് കിടക്കുമ്പോൾ വലിയ വലിയ റൈഡുകളൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 50 മിനിറ്റ്സ് ഡൗൺ സൈഡ്, 30 മിനിറ്റ് ഡൗൺ സൈഡ്, 1 അവർ ഡൗൺ സൈഡ്, 2 അവർ ഡൗൺ സൈഡ്, 4 അവർ ഡൗൺ സൈഡ് 1 ഡേയിൽ ഡൗണിലേക്ക് കയറിയിട്ടുണ്ട്. അത് എത്രമാത്രം ഡൗണിലേക്ക് പോകും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. ഇവിടെ ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. മേ ബി 325 വരെയൊക്കെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് മാർക്കറ്റിൽ. അത് കാത്തിരുന്ന് കാണാം. എന്നെ സംബന്ധിച്ച് അതൊന്നും വിഷയമല്ല, അന്നന്ന് അരി മേടിക്കാനുള്ളത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇൻഡെക്സിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ ലെവലുകൾ. ഇതും കൂടെ ടാലി ചെയ്ത് വേണം ഇന്ന് നോക്കാനായിട്ട്. ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോവാം. സ്ട്രൈക്കിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 25,600 CE, 25,650 PE. 170 മുകളിലോട്ട് മാർക്കറ്റ് പോകണം. ഇപ്പോൾ 157 നിൽക്കണമെങ്കിലും ചിലപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ക്യാൻഡിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ക്വിക്കായിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് 160 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ 170 ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. 150 ആയിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ. 160 മുകളിലോട്ട് ക്വിക്കായിട്ട് പിയിൽ ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് ക്വിക്കായിട്ട് പോയി കഴിഞ്ഞാൽ 170 ഒരു ഹിഡൻ ഹൈ റെസിസ്റ്റൻറ്റ് ലെവലാണ്. പ്രീവിയസ് ഡേയുടെ ഒരു ഹൈ റെസിസ്റ്റൻറ്റ് ലെവലാണ്. അപ്പോൾ 170 മുകളിലോട്ട് പോയാൽ ട്രെയിൽ ചെയ്ത് 194, 224, 240, 258. എൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 135 ആണ്. 135 താഴത്തോട്ട് വന്നാൽ പിന്നെ ഞാനത് കാര്യമായിട്ടൊന്നും നോക്കില്ല. മാക്സിമം ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണുന്ന 2 എണ്ണം 135, 150 ആണ് മേജറായിട്ടുള്ള 2 സ്റ്റോപ്പ് ലോസ്. ഇനി പിയിലാണെങ്കിൽ 176 മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ 193 അവിടെ ഒന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 212 സേഫ് ആയിട്ടുള്ളൊരു സോണാണ്. അതിന് മേളിലോട്ട് പോയാൽ 250, 278, 308, 308 അല്ല 302 ഭാഗത്തേക്കൊക്കെ വരത്തുള്ളൂ. പിന്നെ 320 ആ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. 140, 154 ഒക്കെയാണ് എൻ്റെ മേജറായിട്ടുള്ള സിയുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് 50 സെക്കൻഡ് കൂടെ ഉണ്ട്. എനിവേ വെയിറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റിൽ പിയിലാണ് ലെവൽ നിൽക്കുന്നത്. അതായത് ട്രെൻഡ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് പി സൈഡിലാണ്. അപ്പോൾ അത് എത്രത്തോളം അതിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന്
കാത്തിരുന്ന് കാണുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ട്രെൻഡ് പീക്കാണ്, അത് തിരിച്ച് താഴത്തോട്ട് വരാതെ ഒരു കാരണവശാലും സിയിലേക്ക് ഫോക്കസ് ചെയ്യൽ നടക്കുകയില്ല. അപ്പം അത് കൃത്യമായിട്ട് വരട്ടെ. മാർക്കറ്റ് ഇതേ ഓപ്പൺ ആവുന്നു. 150 മുകളിലോട്ട് പോയില്ല, 150 160 മുകളിലോട്ട് പോയാലേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. കൺസോൾട്ടേഷൻ സോണാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സിയിൽ 190 ആയിട്ടുണ്ട്. ബട്ട് ആ ക്യാൻഡിൽ വീക്കാണ്. കയറിപ്പോയാലും ഇവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് കയറിപ്പോയിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ ഇവിടെ കുറച്ച് ലെവലുകൾ റെസിസ്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഒരു 200 ബ്രേക്ക് ചെയ്താൽ 212 നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സിയിലേക്ക് ചാടി കയറി ഇന്ന് നോക്കുന്നില്ല. 200 ബ്രേക്ക് ചെയ്താൽ 212. കാരണം നിലവിലത്തെ ക്യാൻഡിൽ ഇത്തിരി വീക്കാണ്. ഇവിടെ ഒരു 4 ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്ത് നിൽപ്പുണ്ട്. ബട്ട് 190 മുകളിലായിട്ടുണ്ട്. എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കാനായിട്ടുള്ള. 190 റെസിസ്റ്റൻറ്റ് ലെവലാണ്. 200 മേളോട്ട് വന്നാൽ അത്യാവശ്യം 212 ഒരു മൂവ്മെൻറ്റ് ഞാൻ നോക്കുന്നുണ്ട്, അല്ലാതെ നോക്കുന്നില്ല. രാവിലത്തെ എൻ്റെ ഒരു 135 മേളോട്ട് വന്നാൽ 145 പിയിൽ നോക്കും. അതായത് 122 127 കൺസോൾട്ടേഷൻ ആയതിനു ശേഷം 135 മുകളിലോട്ട് ഒരു മൂവ് വന്നു കഴിഞ്ഞാൽ പിയിൽ 145 ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കോ 171 നോക്കും. കാരണം പിയിൽ ട്രെൻഡ് ഡൗണിലേക്ക് ആയിട്ടുണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ. അതേപോലെ സിയിൽ ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടെ ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ടുള്ള ചെറിയൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഞാനൊന്ന് ഹെഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പുറകെ പറയാം. ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് കാണിച്ചു തരാം. ട്രെൻഡ് സി സൈഡിലേക്ക് ഡൈവർജൻസ് ആയി വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് വിശ്വസിച്ചൊരു എൻട്രി അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഒരു 200 ബ്രേക്ക് ചെയ്താൽ 212 അതേപോലെ 135 ബ്രേക്ക് ചെയ്താൽ 145 പി. അതല്ലാതെ വേറൊന്നും തൽക്കാലം നോക്കുന്നില്ല. 192 ആയിട്ടുണ്ട്. പിന്നെ ഒരു 180 സ്റ്റോപ്പ് ലോസ് റിസ്ക് ഇട്ടിട്ട് എടുത്ത് ഹോൾഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു 180 ഭാഗമൊക്കെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ 14 പോയിന്റ് വ്യത്യാസം വരും. അപ്പോൾ 194 എന്ന് പറയുമ്പോൾ ഒരു 180 ഒരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മേ ബി 212 പോകാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് കൺഫേം ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇൻ കേസ് എൻ്റെതൊരു 14 പോയിന്റ് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി എന്നാലും കുഴപ്പമില്ല. 110 മുകളിലോട്ട് പി വലിഞ്ഞു കഴിഞ്ഞാൽ 122 ഭാഗത്തേക്കുള്ള വലിവ് കിട്ടും. അങ്ങനെ വരികയാണെങ്കിൽ പി നോക്കും. അല്ലാത്ത പക്ഷം 180 സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് എൻ്റെ ടാർഗറ്റ് 212 ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. 2 സ്കാൽപ്പിങ് ഞാൻ ചെയ്തു. 2 സ്കാൽപ്പിങ് കഴിഞ്ഞിട്ടുണ്ട്. അത് സ്കാൽപ്പിംഗ് അല്ല, സോറി, ഹെഡ്ജിങ് 2 കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഈ സ്ട്രൈക്കിലും എടുത്തിട്ടുണ്ട്. അതുകൂടാതെ കുറഞ്ഞൊരു സ്ട്രൈക്കിലും 2 ഹെഡ്ജിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റണ്ണിങ് നടന്നുകൊണ്ടിരിക്കുന്നത് സിയുടേത് 212 മൂവ്മെൻ്റാണ്. 203 ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് അവിടെ കയറി പോകാത്തതെന്ന് വെച്ചാൽ പ്രീവിയസ് ആയിട്ടുള്ളൊരു 4 ക്യാൻഡിൽ അവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഒറ്റയടിക്ക് കയറി പോകാത്തത്. ഒന്നെങ്കിൽ 180 ഭാഗത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, ഇല്ലെങ്കിൽ 212. അതിനപ്പുറത്തേക്ക് വേറെ തീരുമാനങ്ങളൊന്നുമില്ല. 212 അപ്പുറത്തേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഒരു ഹിഡൻ ലെവലുകൾ 231 കിടപ്പുണ്ട്. എനിവേ വെയിറ്റ് ചെയ്യാം. പിയിൽ ഈ 95 എന്നുള്ള ഒരു ബേസ് സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ടാണ് മാക്സിമം ട്രൈ ചെയ്യുന്നത്. വൺസ് അതൊന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങ് പോകുന്നുള്ളൂ. ഈ 95 എന്നുള്ള പിയുടെ സപ്പോർട്ട് സോണ് അവിടെ സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. എന്തായാലും 2-3 ക്യാൻഡിലൊക്കെ ഇവിടെ മാക്സിമം സ്ട്രഗിൾ ചെയ്യും. 110 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഞാൻ പിയിലേക്ക് ഫോക്കസ് ചെയ്യത്തുള്ളൂ, അല്ലാതെ ഫോക്കസ് ചെയ്യത്തില്ല. രണ്ടാമത് 205 എന്നുള്ളൊരു ലെവൽ സിയിൽ അവിടെ മിച്ചം പിടിച്ചിട്ടുമുണ്ട്. ട്രെൻഡ് സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുമുണ്ട്. ഹൈ ടൈം ഫ്രെയിം കംപ്ലീറ്റ് പിയിലാണ്. എന്നിരുന്നാലും നമുക്ക് ചെറിയ മൂവ്മെൻ്റൊക്കെ സിയിൽ കിട്ടിക്കൂടായികയില്ല. ഹൈ ടൈം ഫ്രെയിം കംപ്ലീറ്റ് പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
സിയിൽ ലോങ് ഹോൾഡിങ് പറ്റത്തില്ല, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടാതെ ഹോൾഡ് ചെയ്യലൊന്നും സിയിൽ പോസിബിലിറ്റി അല്ല. കാരണം പിയിലാണ് ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കേസ്, ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ അല്പം ലെങ്തി ക്യാൻഡിലാണെങ്കിലും അത് വീക്ക് ക്യാൻഡിലാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇടാതെ ചെയ്തു കഴിഞ്ഞാൽ അടപടലെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഒരു പ്ലാൻ ബി സെറ്റ് ചെയ്ത് വെച്ചോണ്ടാണ് ഞാൻ സിയിലെടുത്തിട്ട് 205 212 ഭാഗത്തേക്ക് ഹോൾഡ് ചെയ്യുന്നത്. 14 പോയിന്റാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് കണക്കാക്കുന്നത്. എന്തായാലും വളരെ ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ എന്തായാലും നടക്കും. ഒരു 10-25 പോയിന്റ് സിംഗിൾ ക്യാൻഡിൽ വരുന്നൊരു മൂവ്മെൻറ്റ് സിയിലാണെങ്കിലും പിയിലാണെങ്കിലും നടന്നേ പറ്റൂ. അത് അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും രാവിലെ ട്രേഡ് എടുക്കുന്നുണ്ട്. സിയിലാണെങ്കിലും പിയിലാണെങ്കിലും ചെറിയ ലോട്ട് വലിയ ലോട്ടൊക്കെ ആയിട്ട് മാക്സിമം എടുക്കുന്നുണ്ട്. പല ആളുകളും സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സി ആണോ പി ആണോ ആളുകൾ എടുത്തു വെച്ചിരിക്കുന്നത്, സ്റ്റോപ്പ് ലോസ് മാക്സിമം എവിടെയൊക്കെ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ഒരു അടി അടിക്കാനായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ സമയത്ത് ഒരു ഇങ്ങനെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതിൻ്റെ റീസൺ തന്നെ ഏറ്റവും കൂടുതൽ എടുത്തു വെച്ചിരിക്കുന്ന ആളുകൾക്കായിട്ട് സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കാനായിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ. ഇന്നത്തെ കേസിൽ ക്യാൻഡിൽ 180 താഴെയൊക്കെ ക്ലോസ് ചെയ്യണം, അല്ലാതെ ഒന്നും ഞാൻ ഒരിക്കലും ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യും. 180 എന്ന് പറയുമ്പോൾ കറക്റ്റ് 180 ആവണമെന്നില്ല. അവിടെ ക്യാൻഡിൽ എങ്ങനെ ഫോം ആവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SMA തട്ടിയിട്ടുണ്ട്, 172 SMA മാർക്കറ്റ് തട്ടിയിട്ടുണ്ട്. അപ്പുറത്ത് 110 മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് 120 വരെ മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുണ്ട്. 110 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 122 വരെയാണ് പിയിൽ ഞാൻ ഫോക്കസ് ചെയ്തത്. അതെപ്പോഴും സ്കാൽപ്പിങ് മാത്രമായിരിക്കും. അതായത് ഇപ്പം തന്നെ സിയുടെയും പിയുടെയും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് SL ഹണ്ടിങ് 10-21 പോയിന്റിൻ്റെ വരും എന്നുള്ള കാര്യങ്ങൾ കൺഫേം ആയിരുന്നു. അതായത് ക്യാൻഡിൽ അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ. 9:30-ക്ക് ശേഷമേ ഞാൻ സിയിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. കാരണം ഈ ഒരു ക്യാൻഡിൽ വീക്കാണ്. 205 എന്നുള്ള ലെവൽ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുണ്ട്. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞാനത് എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ തിരിച്ച് മുകളിലോട്ട് ഞാൻ ഹോൾഡ് ചെയ്യും. പക്ഷെ അതെനിക്കിപ്പോൾ ഹോൾഡ് ചെയ്യുമെന്ന് വെച്ചോ അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിയെന്ന് വെച്ചോ ഒന്നും നഷ്ടപ്പെടാനായിട്ടില്ല. കാരണം ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഓപ്പോസിറ്റ് 110 നിന്ന് 122 വരെയുള്ള 12 പോയിന്റ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അവിടെ കാര്യമായിട്ടുള്ള ലോസോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതിൻ്റെ മൾട്ടിപ്പിളാണ് ഇപ്പുറത്ത് എടുക്കുന്നത്. പ്ലാൻ ബി എന്തുകൊണ്ട് തയ്യാറാക്കിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാൻഡിൽ വീക്കാണ്, ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് പിയിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ തന്നെ ഉറപ്പായിരുന്നു ഒരു SL ഹണ്ടിങ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, സിയിലേക്കോ പിയിലേക്കോ. അപ്പോൾ മെജോറിറ്റി ആളുകളും സി ആണ് എടുത്തു വെച്ചത്. ആ സിയിൽ എടുത്തു വെച്ചിരിക്കുന്ന മെജോറിറ്റി ആളുകളുടെയും SL ഓൾമോസ്റ്റ് ഹണ്ട് ചെയ്യാനായിട്ടാണ് താഴത്തോട്ട് വന്നത്. ആ താഴത്തോട്ട് വന്ന ഈ ക്യാൻഡിൽ മേ ബി 176 മുകളിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ താഴത്തോട്ട് വന്നാൽ 150. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ തീരുമാനിക്കും ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ക്യാൻഡിൽ തീരുമാനിക്കും. എന്തുകൊണ്ട് ഞാനിത് ഹോൾഡ് ചെയ്തു എന്ന് വെച്ചാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിൽ വീക്കാണ്, അതുകൊണ്ടാണ് ഞാനിത് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇപ്പുറത്ത് 110 മുതൽ 122 വരെ എടുത്തത്. കാരണം ഇവിടത്തെ തീരുമാനിക്കും മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ ഏത് പോകണം എന്നുള്ളത്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഫില്ലിങ് കൂടെ കിടപ്പുണ്ട്, അതും കൂടെ നോക്കിയിട്ട് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. സ്റ്റിൽ സി ഹോൾഡിംഗ് ആണ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഗ്യാപ്പ് ഫില്ലിങ്, ആ ഗ്യാപ്പ് ഫില്ലിങ് വരെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഫില്ല് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്ത് എന്തായാലും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യും. ഇതിന് താഴത്തോട്ട് ഹൈ വോളിയത്തിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ ഞാനത് SL കീപ്പ് ചെയ്യും. അല്ലാത്ത പക്ഷം ഇത് തിരിച്ച് 190 വരുമ്പോഴത്തേക്കും കോസ്റ്റ് ടു കോസ്റ്റ് ആവും. കോസ്റ്റ് ടു കോസ്റ്റ് ആയാലും ട്രെയിൽ ചെയ്ത് വെക്കും. കോസ്റ്റ് ടു കോസ്റ്റ് ആയാലും പ്രശ്നങ്ങളില്ല, കാരണം 110 മുകളിലോട്ടുള്ള 122 എന്നുള്ള മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 125 മുകളിലോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ 135 10 പോയിന്റും കൂടെ ഇൻ ബിറ്റ്വീൻ സ്പേസ് സ്കാൽപ്പ് ചെയ്യും, അല്ലാതെ സ്കാൽപ്പ് ചെയ്യില്ല.
125 ബ്രേക്ക് ചെയ്താൽ മാത്രം 135 ഒരു 10 പോയിന്റ് കൂടെ സ്കാൽപ്പ് ചെയ്യും. 149 താഴത്തോട്ട് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അത് എവിടം വരെ വരും? 149 താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ 111 വരെ ഫാളാവും. കാരണം ട്രെൻഡ് ഓൾമോസ്റ്റ് ഡൗണിലേക്ക് സീഡതായിട്ടുണ്ട്. അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 111 മാർക്കറ്റ് ഫാളാവും. അത് 111 മാർക്കറ്റ് ഫാളാവുമ്പോഴത്തേക്കും ഇപ്പുറത്തത് 135, അതേപോലെ PE 147 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ട്രെൻഡ് ഓൾമോസ്റ്റ് ഡൗണിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇവിടെ മാർക്കറ്റ് രണ്ട് സ്ഥലത്തേക്ക്, അതായത് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 149, ഇപ്പുറത്ത് നിൽക്കുന്നത് 124. ഇനി മാർക്കറ്റ് രണ്ട് സ്ഥലത്താണ് മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ളത്. ഒന്നെങ്കിൽ PE 146 വരണം, അല്ലെങ്കിൽ CE 195, 212 വരണം. 100% മാർക്കറ്റ് വരാനായിട്ടുള്ള രണ്ട് ലെവലേ ഉള്ളൂ. 146 PE വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ CE 212 വരാനായിട്ടുണ്ട്. രണ്ടും തുല്യ പ്രാധാന്യമാണ്. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്ന ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം ഹെഡ്ജ് ചെയ്തിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. കാരണം ഒരു പക്ക ഡയറക്ഷൻ കിട്ടാനായിട്ട് പോസിബിലിറ്റി ഏത് ഡയറക്ഷനിലാണെന്നൊക്കെ പറയാനായിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. PE 130 മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 146 വരെ വരണം. അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല. കാരണം ഫസ്റ്റ് ക്യാൻഡിൽ വീക്കാണ്, അതേപോലെ ഈ ഒരു സിയുടെ റെഡ് ക്യാൻഡിൽ വീക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തേക്ക് മാർക്കറ്റ് പോകും എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ പക്ക കൺസോൾട്ടേഷൻ ആയിരിക്കും കുറച്ച് നേരത്തേക്ക് മാർക്കറ്റ്. 180 താഴത്തോട്ട് വരുന്ന ഓരോ മൂവ്മെൻറ്റും 110 122 വരെ മൾട്ടിപ്പിളിലോട്ട് എടുക്കാൻ പറ്റി. അപ്പം അങ്ങനെ നോക്കുമ്പോഴും ഇത് ഒരു ലോട്ടാണെങ്കിൽ ഇപ്പുറത്തെടുക്കുന്നത് 2 ലോട്ടോ 3 ലോട്ടോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ 3 ഇരട്ടി ടാലിയായിട്ട് ഇപ്പുറത്ത് നിൽക്കും. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്തത്. സാധാരണ പറയുന്ന പോലെ 100% മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ 2 വീക്ക് ക്യാൻഡിലാണ്, ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും വീക്കാണ്. അതേപോലെ തന്നെ ഈ റെഡ് ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിലും വീക്കാണ്. അപ്പം ഏത് ഭാഗത്തേക്ക് മാർക്കറ്റ് വരും എന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല. പക്ഷേ ട്രേഡ് എടുക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് തടി കേടാവാതിരിക്കാനും നമുക്ക് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തിലേക്കുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പോകും എന്നുള്ള തോന്നലുള്ളപ്പോഴും ഹെഡ്ജ് ചെയ്ത് വെക്കുന്നത് വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമാണ്. ഈ 146 അതിന് മേളിലോട്ടോ ഗ്യാപ്പ് ഫില്ലിങ് വരാൻ ചാൻസ് ഉണ്ട്. 146 അല്ലെങ്കിൽ 157 വരെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏത് രീതിയിൽ എവിടെയൊക്കെ വരും എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനായിട്ട് നോക്കാം. ഇങ്ങനെ കൺഫ്യൂസ്ഡ് വരുമ്പോഴത്തേക്കും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആവുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. PE 146 57 എത്തണം, അതുവരെ വെയിറ്റ് ചെയ്യാം. SMA PEയിലൊക്കെ ടച്ച് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട്. SMA ഒക്കെ ടച്ച് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിൽ അടുത്തൊരു ഡയറക്ഷൻ എന്തായാലും വരുന്നത്. അപ്പം അത് ഇവിടെ SMA ടാലി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് 1 2 3 4 5 6 7 ഇത് 8ാമത്തെ ക്യാൻഡിൽ. ഈ 8ാമത്തെ ക്യാൻഡിൽ മുഴുവൻ SMA ചാരത്തൂടെയാണ് പോയിരിക്കുന്നത്. ഇപ്പുറത്തെ PEയിൽ SMA ഇതുവരെ ടാലി ആയിട്ടില്ല. അപ്പോൾ ഇവിടെ 2 ക്യാൻഡിലോ 3 ക്യാൻഡിലോ സ്ട്രഗിൾ ചെയ്ത് കഴിയുമ്പോൾ SMA ഓൾറെഡി ടാലി ആവും. ആ SMA ടച്ച് ചെയ്തിട്ടേ മാർക്കറ്റിൽ അടുത്തൊരു ഡയറക്ഷൻ വരുള്ളൂ ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നണേ. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. ഈ SMA ഒന്ന് മുട്ടിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും മാർക്കറ്റിൽ അടുത്ത ഡയറക്ഷൻ വരുന്നത്. SMA മുട്ടിയതിന് ശേഷം 130 മുകളിലോട്ടാണ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 124 146 ഭാഗത്തേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്. അതുകൊണ്ട് കൺഫ്യൂസിങ് മാർക്കറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള മാർക്കറ്റിൽ ഒന്നെങ്കിൽ സ്കാൽപ്പിംഗ് അല്ലെങ്കിൽ ഹെഡ്ജിങ് ഒക്കെ വർക്കൗട്ട് ആവത്തുള്ളൂ. 130 SMA മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് PEയിൽ. ഇപ്പോൾ 130 PE പോവുകയാണ്. ആ SMA മുട്ടിയതിന് ശേഷം മാർക്കറ്റ് തീരുമാനിക്കും ഏത് ഡയറക്ഷനിലേക്ക് പോകണമെന്നുള്ളത്. 130 കവറപ്പ് ചെയ്ത് 130 മാർക്കറ്റ് മിച്ചം വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. 130 കവറപ്പ് ചെയ്താൽ പിന്നെ 146 57 അത്
സി 140 കവറപ്പ് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 111 ഭാഗത്തേക്ക് വരുന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും പി എവിടം വരെ പോകും എന്നുള്ളത്. 130 പിയിലെ SMA മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 146, 157, അതായത് സി 111 ഭാഗത്തേക്ക് വരുന്നതിൻ്റെ മുറക്കായിരിക്കും പി എവിടെയെങ്കിലുമൊക്കെ പോകണം. ഇനിയിപ്പോൾ വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ നോക്കി മൂവ് ചെയ്തോളൂ. SMA ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ഈസി ആയിട്ടുള്ള ഒരു വേയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഓൾറെഡി 148 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സി 111 എത്തുമ്പോൾ പി ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പോകുമെന്നുള്ള കാര്യങ്ങളാണ് നോക്കാനുള്ളത്. 157 ലെവലിലേക്ക്. ഓക്കെ, 157 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താ ചെയ്തത്? ലോസ് വിട്ടുകൊടുത്തു, ഓപ്പോസിറ്റ് ലോസ് റിക്കവർ ചെയ്ത് പ്രോഫിറ്റ് ആക്കി. 111 സി എത്തുമ്പോൾ പി എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനാണ് പ്രാധാന്യം. അപ്പോൾ ഇൻഡെക്സിൽ എന്താണ് അവസ്ഥ? ഇൻഡെക്സിൽ റെക്റ്റാങ്കിൾ ബോക്സ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ട്. 25,539 ഇൻഡെക്സ് എത്തേണ്ടത്. എന്തുകൊണ്ടാണ് സിയിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് കൈകാര്യം ചെയ്തതെന്താണെന്ന് മനസ്സിലായല്ലോ. ട്രെൻഡ് കംപ്ലീറ്റ് ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് പിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് രാവിലെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് മാർക്കറ്റിൻ്റെ വഴിക്ക് പോയി. അപ്പം നമ്മൾ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ഇടുക, അല്ലെങ്കിൽ കറക്റ്റ് ടാർഗറ്റ് എവിടം വരെയൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് എവിടെ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത്, കറക്റ്റായിട്ട് ടാർഗറ്റ് എവിടം വരെ പോകാം എന്നുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ചാർട്ടിലൂടെ മനസ്സിലാക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. ഇനി മാർക്കറ്റ് 171 ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനായിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഒരു റീസൺ അവിടെ ഓൾറെഡി കാണണം. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ 160 അപ്പം നിലവിൽ 160 വരെ വന്നിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ 160.50, നിലവിലുള്ളത് 159.65. അപ്പോൾ 160 ബ്രേക്ക് ചെയ്താൽ പിന്നെ 171 പോകുന്നത്. ഇൻഡെക്സിൽ ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. 50 മിനിറ്റ്സിൽ നമ്മൾ നോട്ട് ചെയ്ത ടാർഗറ്റ് ഓൾറെഡി റെക്റ്റാങ്കിൾ ബോക്സിന് താഴത്തോട്ടുള്ള സിംഗിൾ മൂവാണ്. താഴത്തോട്ട് 25,505 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ 25,480 മാർക്കറ്റ് റീച്ച് ആവുന്നത്. സിയിൽ എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടു? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ട്രെൻഡ് കംപ്ലീറ്റ് പിയിലേക്കാണ് നിൽക്കുന്നത്, ഹൈ ടൈം ഫ്രെയിം കംപ്ലീറ്റ് പിയിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സി ഹോൾഡ് ചെയ്യാതെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മൂവ് ചെയ്തതിൻ്റെ റീസൺ. അതായത് 50 മിനിറ്റ്സ്, 30 മിനിറ്റ്, 1 അവർ, 2 അവർ, 4 അവർ, ഇപ്പോൾ 1 ഡേയും കൂടെ കയറി കാണും താഴത്തോട്ട്. അപ്പോൾ 1 ഡേ ക്യാൻഡലിൻ്റെ ബേസ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഡേ ക്യാൻഡിൽ സപ്പോർട്ട് എടുക്കാനായിട്ടുള്ളൊരു സ്പേസ് 25,539. അപ്പോൾ ഇവിടെ നിന്ന് തീരുമാനിക്കും മാർക്കറ്റ് തിരിയണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ. ഈ ഒരു 25,539 എന്നുള്ള ലെവലാണ്. ഇവിടെ മാക്സിമം റെസ്റ്റ് ചെയ്യുക, ശേഷം നെക്സ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ താഴത്തോട്ട് നോക്കാം. ടാർഗറ്റ് 171 ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. നിലവിലത്തെ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴത്തോട്ട് പോരും, ഹൈ ബ്രേക്ക് ചെയ്താൽ വീണ്ടും മുകളിലോട്ട് പോകും. എവിടം വരെയൊക്കെ പോകാനുണ്ടെന്നുള്ളത് ഹയർ ടൈം ഫ്രെയിമിലും കൂടെ നോക്കി വെക്കാം. ഉണ്ടോ, ഇവിടെ ഒരു പീക്ക് ഹൈ ആണ് 170 നോട്ട് ചെയ്ത് വെച്ചത്. ആ 170ൻ്റെ മുകളിൽ മാർക്കറ്റ് ഇനി പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് 182 അത് കഴിഞ്ഞാൽ പിന്നെ 194 അങ്ങനെയൊക്കെയാണ് ലെവലുകൾ. 224 കിടപ്പുണ്ട്. അപ്പോൾ വളരെ ട്രെയിലിങ് ഇത് ടൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മേജർ ഏരിയ തന്നെയാണ് 170 എന്നുള്ളത്. പിന്നെ ഇവിടെ താഴത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. 140 ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ഒരു ഏരിയ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, അടുത്ത 50 മിനിറ്റ്സിൻ്റെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ലെങ്തി ക്യാൻഡിൽ, ഡോജി ക്യാൻഡിൽ, നിലവിലുള്ള 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഇങ്ങ് ഫാളായി കഴിഞ്ഞാൽ മാർക്കറ്റ് 25,500 അല്ലെങ്കിൽ 25,480 ക്വിക്കായിട്ടുള്ളൊരു ഫാൾ വരും. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ പിയിൽ മാർക്കറ്റ് 182 ഭാഗത്തേക്കോ അതിന് മുകളിലോട്ടോ മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ അതെങ്ങനെ ടാലിയാക്കും? നിലവിലുള്ള സിയുടെ ക്യാൻഡിൽ 87 ടച്ച് ചെയ്യുമ്പോൾ പി എവിടെയാണ് നിൽക്കണതെന്ന് നോക്കും. അതാണ് ഇനി അടുത്ത പ്രയോറിറ്റി ലെവൽ. അതിനിടക്ക് 522 എന്നുള്ള ഒരു ഹിഡൻ ലെവലും കൂടെ കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ഹിഡൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു 25,522 എന്നുള്ള. ആ ഹിഡൻ സപ്പോർട്ടിൽ മാർക്കറ്റ് 1 ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ സപ്പോർട്ടാണ്. അപ്പോൾ ഹിഡൻ സപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവിടെ മാർക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ആയത്. ഞാനൊരു ഡോജി ക്യാൻഡിൽ കഴിഞ്ഞ ഒരു ലെങ്തി ക്യാൻഡിലാണ് പ്രതീക്ഷിച്ചത്. 522 എന്നുള്ള ലെവൽ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഒരു 20 പോയിന്റ് കൂടെ താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആവും. എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് 182 ഇട്ട് പോകാതിരിക്കുക സെക്കൻഡറി പോട്ടെ, ദൈവാനുഗ്രഹം. 25,522 എന്നുള്ളൊരു ലെവല് ഒരു തടസ്സമാണ്. പിന്നെ രണ്ടാമത് ഈ ഒരു 140 എന്നുള്ളൊരു ലെവൽ ഇവിടെ കിടപ്പുണ്ട്. അത് എപ്പോഴും നല്ല രീതിയിൽ ആ 140 ഭാഗത്തേക്ക് ഒരു അടിവലിവ് ഉണ്ടാവും. ആ ഒരു കേസ് മാത്രമാണ് ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഈ 182 ഇട്ട് പോകാനായിട്ട് ക്യാൻഡലിന് പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ 143 എന്നുള്ള ഈ ഒരു ബ്ലൂ ലൈൻ ആ ഭാഗത്തേക്ക് മാക്സിമം ഈ ക്യാൻഡലിനെ വലിക്കാനായിട്ട് ശ്രമിക്കും. കാരണം അവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ ഈ ക്യാൻഡലിനെ എപ്പോഴും ഇങ്ങനെ താഴത്തോട്ട് പ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം അത് കാര്യത്തിൽ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അതർവൈസ് 182 ഭാഗത്തേക്ക് പോകുമെന്ന് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? 25,222 ആ ഒരു ഭാഗത്തുനിന്ന് മാർക്കറ്റ് തീരുമാനിക്കും. എന്തുകൊണ്ടാണ് 182 ഇട്ട് മാർക്കറ്റ് പോകാത്തത്? 140 എന്നുള്ള ഒരു ലെവല് ഒരു മാഗ്നറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് ഡംപ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ കാണുന്നത് 5 മിനിറ്റിലാണ്. പക്ഷെ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട് അത് 3 മിനിറ്റിലേക്ക് മാറ്റിയാൽ മതി. ഓക്കെ, 3 മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ നേരെ ഓൾറെഡി ഡംപ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ നമുക്ക് അക്യുറസി ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റിലേക്ക് മാറ്റിയാൽ മതി. കണ്ടോ, 2 മിനിറ്റിൽ താഴത്തോട്ട് കയറി. ആ താഴത്തോട്ട് കയറിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് മാർക്കറ്റ് ഇതേ ഡൗൺ ആവുന്നുണ്ട്. 144 ഭാഗത്തേക്ക് മാഗ്നറ്റിക് വലിവ് ഉണ്ട്. ആ മാഗ്നറ്റിക് വലിവ് ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയപ്പോൾ കറക്റ്റായിട്ട് അത് താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സിൽ കണ്ടോ, ഇൻഡെക്സിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് 3-4 സ്ക്രീനൊക്കെ ആക്കി ഇടാൻ പറ്റും. 25,522 എന്നുള്ള ഹിഡൻ സപ്പോർട്ടിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയത്. ഓക്കെ, അത് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. അങ്ങനെ അറിയാൻ പറ്റും. അവിടെയും 2 മിനിറ്റിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ 2 മിനിറ്റിലെ ട്രെൻഡ് നോക്കിയിട്ട് ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഈസി ആയിട്ട് ഇവിടെ 2 മിനിറ്റിൽ എവിടെ ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും. ഉണ്ടോ, ഇവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് ഈസി ആയിട്ട് ഇവിടെ ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതുകൂടാതെ ഞാൻ ഹെഡ്ജിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കാണിക്കാം. 2 തവണയാണ് ഹെഡ്ജ് ചെയ്തത്. ഒന്ന് മോർണിംഗിലെ ഹെഡ്ജിങ്, രണ്ടാമത്തത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു ബ്രേക്കൗട്ട് വന്നപ്പോൾ വീണ്ടും ഒന്ന് ഹെഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഹെഡ്ജിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഒരെണ്ണം 199, 137, പിന്നെ ഒരെണ്ണം 94, 114 ആ റേഞ്ചിൽ നിൽക്കുന്നതൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഒരെണ്ണം 180, 187, ആദ്യത്തെ സി 180, 187, രണ്ടാമത്തെ സി 127, 136. ഓക്കെ, പിന്നെ ആദ്യത്തെ ഒരു പി 123, 121 2 പോയിന്റ് ലോസായി. പിന്നെ ഒരു പി എടുത്തത് 122, 118 4 പോയിന്റ് ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹെഡ്ജ് ചെയ്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കംപ്ലീറ്റ് ഞാൻ ഹെഡ്ജിങ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ജ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ബ്രേക്കൗട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോഴേ ഹെഡ്ജ് ചെയ്തിട്ട് കാര്യമുള്ളൂ.
പിന്നെ രണ്ടാമത്തെ കേസ് അത് ഒരു പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. എന്നാലേ ഹെഡ്ജിങ് കറക്റ്റായിട്ട് എവിടെ ഇറങ്ങണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ആ ഒരു പർട്ടിക്കുലർ ഒരു മൂവ്മെന്റ് ഉണ്ട്. ഒരു സഡൻ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റിന് പോകും. അപ്പോൾ ഒരെണ്ണത്തിൽ ഡെൽറ്റ വാല്യൂ പെട്ടെന്ന് അങ്ങ് കൂടിയിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ നല്ല പോയിന്റ് കിട്ടും. ഒരെണ്ണത്തിൽ മൂവ്മെന്റ് കുറവായിട്ട് അത് ക്യാപ്ചർ ചെയ്തെടുക്കും. അപ്പോൾ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ സ്പേസ് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഗുണം കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെയുള്ള ചാർട്ടുകളും ലെവലുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് 160 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 144.05 ഭാഗത്തേക്ക് മാർക്കറ്റ് കൺഫേം ആയിട്ട് ഡൗൺ ആകും. ആ ഒരു ഭാഗത്തേക്ക് ഒരു മാഗ്നറ്റിക് ഉണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൂവ്മെൻറ്റ് താഴത്തോട്ട് ഓൾറെഡി 144.5 വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പോയിന്റ് നമുക്ക് സിയിലും എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കണം, കൺഫ്യൂസ്ഡ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ, നമ്മളെ ട്രാപ്പിലാക്കുന്ന മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ പ്ലാൻ കറക്റ്റായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഞാനൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഞാനത് 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരു ട്രേഡിൽ കൂടുതൽ 2 ട്രേഡിൽ കൂടുതൽ എടുക്കില്ല. അല്ലെങ്കിൽ 3 ട്രേഡിൽ കൂടുതൽ എടുക്കില്ല. അല്ലെങ്കിൽ ഞാൻ സി എടുത്ത സി മാത്രം ഇങ്ങനെ ആവറേജ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പിയിലേക്ക് സ്വിച്ച് ചെയ്യില്ല. എനിക്ക് 2 ലോസ് അടുപ്പിച്ച് അല്ലെങ്കിൽ 1 ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്തൊരു ട്രേഡ് എടുക്കാനായിട്ടുള്ള പേടിയാണ്. ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ അടുത്ത ഓപ്പർച്യൂണിറ്റി വന്നാലും നോക്കിയിരിക്കും, എടുക്കില്ല. അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ട്രേഡേഴ്സിനെ എനിക്കറിയാം. അതിൽ കാര്യങ്ങളില്ല. നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പ്ലാനൊക്കെ ചെയ്തു വെച്ചിട്ട് പ്ലാൻ എ, പ്ലാൻ ബി ഒക്കെ ചെയ്തു വെച്ചാൽ അത് കറക്റ്റായിട്ട് ചെയ്യുക. ഇപ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് മൈൻഡിലാണെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും ഇടുക. ഞാൻ ആദ്യം തന്നെ സിയിൽ 190 എടുത്തിട്ട് 202 ഹോൾഡ് ചെയ്തു. 180 സ്റ്റോപ്പ് ലോസ് ഇടാൻ തീരുമാനിച്ചു. പക്ഷെ അവിടെ ഞാൻ എന്ത് ചെയ്തേ, സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ താഴത്തേക്ക് മൈൻഡിൽ കൺട്രോൾ ചെയ്ത് താഴത്തോട്ട് കൊണ്ടുവന്നു, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ 122 എന്നുള്ള മൂവ്മെൻ്റ് ഒക്കെ സ്കാൽപ്പ് ചെയ്തെടുത്തിട്ട് ലോസ് കൺട്രോൾ ചെയ്ത് സി താഴത്തോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാറി, മാർക്കറ്റിൻ്റെ ക്യാരക്ടർ മാറിയപ്പോൾ മാസീവ് മൂവ്മെൻറ്റ് പിയിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ ഹോൾഡ് ചെയ്തത് പെർമനൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് എക്സിറ്റ് ചെയ്തു. ഓപ്പോസിറ്റ് പിയിൽ കയറി മാക്സിമം 182 വരെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിനിടയ്ക്ക് 2 ഹെഡ്ജ് ചെയ്തു. അപ്പോൾ ഇത്രയും പ്ലാനിങ് ചെയ്തതുകൊണ്ട് മാത്രമാണ് സക്സസ് ആവാൻ പറ്റിയത്. മെജോറിറ്റി ആളുകളും ഇന്നത്തെ ദിവസമാണ് ഒരാഴ്ച ഉണ്ടാക്കിയ പ്രോഫിറ്റ് മെജോറിറ്റി ആളുകൾ കളയുന്നത് ഇന്നത്തെ ഒരു മാർക്കറ്റിലാണ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സിയിലും പിയിലും ഇപ്പം ഇതേപോലെ തന്നെ ഈ ഒരു ഡൗണ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 182 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു. അല്ലെങ്കിൽ ഇൻഡെക്സിൽ ആ 222 എന്നുള്ള 522 എന്നുള്ള ലെവൽ സപ്പോർട്ടാണെന്ന് എങ്ങനെ അറിയാൻ പറ്റി? ഈ ചാർട്ട് 3.5 വർഷം പ്രാക്ടീസ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ചെയ്തത് കൊണ്ട് മാർക്കറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഡൈവർജൻസും സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങും ഒക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അതും നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് പഠിക്കാം. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള മാർക്കറ്റ് വരുമ്പോഴാണ് മെജോറിറ്റി ആളുകൾക്ക് പണി കിട്ടുന്നത്. ആ പണി കിട്ടാതിരിക്കാൻ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് പൊതുവെ യൂസ് ചെയ്യുന്നത്. എനിവേ കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് മാർക്കറ്റിൽ എങ്ങനെ ഈസി ആയിട്ട് തടി ഊരാം, അല്ലെങ്കിൽ വലിയ തട്ടുകേടില്ലാതെ എങ്ങനെ ഈസി ആയിട്ട് ലോസ് റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ ലോസ് കൺവേർട്ട് ചെയ്ത് പ്രോഫിറ്റ് ആക്കാം എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സമയം കറക്റ്റ് 11 ആയിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്ക് ഇരിക്കുന്നില്ല. എനിവേ ഓൾ ദി ബെസ്റ്റ്.